ഒരിക്കൽ ദേവന്മാർക്കും മഹർഷിമാർക്കും ഒരു സംശയം. ത്രിമൂർത്തികളിൽ ആരാണ് ഏറ്റവും വലിയവൻ? ഉത്തരം കണ്ടെത്താൻ അവർ ഒരു മഹർഷിയെ ചുമതലപ്പെടുത്തി. മഹർഷി ആദ്യം ബ്രഹ്മാവിന്റെയും പിന്നീട് ശിവന്റെയും അടുത്തേക്ക് പോയി. പക്ഷേ വേണ്ടത്ര ബഹുമാനം അദ്ദേഹത്തിന് കിട്ടിയില്ല. അവസാനം അദ്ദേഹം മഹാവിഷ്ണുവിന്റെ അടുത്തെത്തി. വൈകുണ്ഠത്തിൽ മഹാവിഷ്ണു മഹാലക്ഷ്മിയോടൊപ്പം വിശ്രമിക്കുകയായിരുന്നു. വിഷ്ണു തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ മഹർഷി അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കാൽ വെച്ച് ചവിട്ടി. പക്ഷേ മഹാവിഷ്ണു ദേഷ്യപ്പെട്ടില്ല. മഹർഷിയുടെ കാൽ വേദനിച്ചോ എന്ന് ചോദിച്ച് പാദം തിരുമ്മിക്കൊടുത്തു. ഇത് കണ്ട മഹാലക്ഷ്മിക്ക് ദേഷ്യം വന്നു. തന്റെ ഭർത്താവിനെ അപമാനിച്ചിട്ടും അദ്ദേഹം പ്രതികരിക്കാത്തതിൽ മാതാ ലക്ഷ്മിക്ക് സങ്കടമായി. അങ്ങ് എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഞാൻ അങ്ങയുടെ കൂടെ ഇവിടെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു മഹാലക്ഷ്മി വൈകുണ്ഠം വിട്ടുപോയി. ലക്ഷ്മി ദേവി ദേഷ്യം കൊണ്ടായിരുന്നില്ല പോയത്, അതൊരു ദൈവിക ലീലയായിരുന്നു. മഹർഷി മഹാവിഷ്ണുവിന്റെ ഹൃദയത്തിൽ ചവിട്ടിയത് ലക്ഷ്മി ദേവിക്ക് നേരിട്ടുള്ള അപമാനമായി തോന്നി. എന്നാൽ അതിലുപരി ഭൂമിയിൽ ഒരു പുതിയ അവതാരത്തിന് വഴിയൊരുക്കാനും ലോകത്തിന്റെ നന്മയ്ക്കും വേണ്ടിയായിരുന്നു. ഈ വേർപാട് പിന്നീട് മഹാവിഷ്ണു ശ്രീനിവാസനായും ലക്ഷ്മി ദേവി പത്മാവതിയായും ഭൂമിയിൽ അവതരിച്ചു വിവാഹം കഴിക്കുകയും ചെയ്തു. ഈ സംഭവത്തിലൂടെ മഹാവിഷ്ണു ശാന്തനും ക്ഷമാശീലനുമാണെന്ന് മഹർഷിക്ക് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം ത്രിമൂർത്തികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ മഹാവിഷ്ണു ആണെന്ന് പ്രഖ്യാപിച്ചു. മഹാലക്ഷ്മി എപ്പോഴും ഭഗവാൻ വിഷ്ണുവിന്റെ ഹൃദയത്തിലാണ് വസിക്കുന്നത്. മഹർഷി വിഷ്ണുവിന്റെ നെഞ്ചിൽ ചവിട്ടിയപ്പോൾ അത് മഹാലക്ഷ്മിയുടെ വാസസ്ഥലത്തേക്കുള്ള നേരിട്ടുള്ള പ്രഹരമായി ദേവിക്ക് തോന്നി. തന്റെ ഭർത്താവിനോടുള്ള ആദരവ് മാത്രമല്ല, തനിക്ക് നേരെയും കൂടിയുള്ള അപമാനമായി ദേവി മഹാലക്ഷ്മിക്ക് അനുഭവപ്പെട്ടു. മഹാവിഷ്ണു മഹർഷിയുടെ പ്രവൃത്തിയോട് യാതൊരുവിധ ദേഷ്യവും കൂടാതെ ക്ഷമയോടെ പ്രതികരിച്ചതും മഹർഷിയുടെ കാൽ തിരുമ്മിക്കൊടുത്തതും ലക്ഷ്മി ദേവിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. തന്റെ ഭർത്താവിനെ അപമാനിച്ചിട്ടും അദ്ദേഹം ഒരു പ്രതികരണവും നൽകാതെ നിന്നതിൽ മാതാ ലക്ഷ്മിക്ക് സങ്കടവും ദേഷ്യവും തോന്നി. ഓം നമോ നാരായണായ. ജയ് മഹാലക്ഷ്മി, ജയ് മഹാകാൽ.